ദൈവം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താപ്പച്ചൻ നമ്മളെ കരങ്ങളിൽ വഹിക്കും. കർത്താപ്പച്ചൻ നമ്മളെ കൺമണി പോലെ കാക്കും. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തും. ആ കാര്യത്തെ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. നമുക്കൊരാവശ്യങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഉണ്ട്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ദൈവം അത് കേട്ട് ഉത്തരം അരുളി തരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പം നമുക്ക് വഴിയും സത്യവും ജീവനുമായവനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ദൈവം കേട്ട് നമുക്ക് ഉത്തരം അരുളി തരികയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങളുണ്ട്. യേശു എത്രയോ പേര് സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ ലോകത്തെ പുനഃസൃഷ്ടിച്ച ദൈവം. അപ്പോൾ അതുപോലെ തന്നെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടുന്ന നന്മകളാൽ നിറച്ചു. അവരെ നേരായ രീതിയിൽ കൂടെ നടത്തി. അങ്ങനെ എത്ര പേരെ നല്ലതാക്കി തീർക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അതുപോലെ തന്നെ ശൗലിനെ പൗലോസാക്കിയ ദൈവം, ശൗൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനായിരുന്നു. എന്നാൽ ശൗലിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തു ആര്? ദൈവം തമ്പുരാനാണ്. അതുപോലെ നമ്മൾ ദെബോര, രൂത്ത്, എസ്തേർ, പ്രിയപ്പെട്ട സഹോദരിമാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ ഒക്കെ എത്രയോ അവരുടെ കൂടെ ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ മനസ്സിൻ്റെ പ്രയാസം ഒരു തലമുറ, അബ്രഹാമിനും സാറായിക്കൂടെ ഒരു തലമുറയില്ലല്ലോ. അതവരുടെ ഒരു ഭാരപ്പെട്ട വിഷയമായിരുന്നു. എന്നാൽ അതക്ക സമയത്ത് ദൈവതമ്പുരാൻ അവർക്കൊരു മകനെ നൽകിക്കൊടുത്തു. അതാണ് ഇസഹാക്കിന് 2 മക്കളെ, യാക്കോബ്, ഏശാവ്. യാക്കോബിന് 13 മക്കളെ ദൈവം തമ്പുരാൻ നൽകിക്കൊടുത്തു. അപ്പോൾ ഒരു മകന് വേണ്ടി യാചിച്ച മനുഷ്യന് തലമുറകൾ എത്ര, 13 തലമുറകൾ ഒരുമിച്ച് കൊടുത്തില്ലേ? അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ആ 13 മക്കളിൽ 12 ഗോത്രപിതാക്കന്മാരെന്ന രീതിയിലാണ് അവർ അറിയപ്പെടുന്നത് പോലും. അതിൽ യോസഫിനെ ദൈവം തമ്പുരാൻ എന്തുമാത്രം മാനിച്ചു. പിന്നെ ദാവീദിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം എത്രയോ അനുഗ്രഹിച്ച്. അപ്പം നമ്മുടെ സ്ഥിതിക്കെല്ലാം വ്യത്യാസം തരുവാൻ ആർക്ക് സാധിക്കും? കർത്താവിന് സാധിക്കും. ഈ കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. ആ കർത്താവിൻ്റെ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് രാത്രിയിൽ. അപ്പം ഒരു ദിവസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടൈമിലൊക്കെ നമുക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. എന്നാൽ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ ശകലം പേടി തോന്നും. ഒരു 7 മണി, 8 മണി, 9 മണി, 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെറിയ ചെറിയ പേടികൾ വരും. എന്നാൽ അർദ്ധരാത്രി 2 മണിയൊക്കെ ആകുന്ന സമയത്ത്, അന്നേരമൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ തനിയെ ഇരിക്കുന്ന ആ ടൈമിൽ ചിലപ്പോൾ നമുക്കൊരു പേടി തോന്നിയേക്കാം. പക്ഷെ ആ യാമത്തിൽ നമ്മുടെ കൂടെ ഇറങ്ങി വരുന്ന ആളാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ രാത്രിയിലെ ഭയത്തിൽ നിന്നും, പാർക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഉച്ചയ്ക്ക് ലക്ഷ്മി സംഹാരത്തിലൊക്കെയും ദൈവം കൂടിയിരിക്കും. നമ്മളെ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ അർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഓരോ വാക്കുകളിലും ഉള്ളത്. നല്ല ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇയ്യോബ് ഭക്തനായൊരു മനുഷ്യനായിരുന്നു. ഇയ്യോബ്, അതേപോലെ തന്നെ ദാനിയേൽ ഭക്തനായൊരു മനുഷ്യനായിരുന്നു. അതുപോലെ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ ഇവരൊക്കെ പ്രവാചകന്മാരായിരുന്നു. ഹിസ്കിയാവിന് ആയുസ് 15 വർഷം കൂടെ ദൈവം തമ്പുരാൻ ദീർഘമാക്കി കൊടുത്തു. അപ്പോൾ എത്ര മാരക രോഗം വന്നാലും അതിൽ നിന്നെല്ലാം വിടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, ദൈവസന്നിധി കടന്നു പോകണം, ദൈവവചനം വായിക്കണം, കേൾക്കണം, ആരാധിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഒരാളുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, റിപ്പീറ്റ് ചെയ്ത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ദൈവത്തിന് നിങ്ങളുടെ ഉത്തരവാദിത്വ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകിക്കൊടുത്തുകൊണ്ട് ജീവിക്കുക. ദൈവം തമ്പുരാൻ നിങ്ങളെ വിടുവിക്കും. ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തും. മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവരെ നല്ല രീതിയിൽ വളർത്തുകയൊക്കെ ചെയ്യുക. അത് നിങ്ങൾക്കും വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. ആയിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.